എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 ഗുണദോഷ സമ്മിശ്രമായ വർഷമായിട്ടാണ് കാണുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഇവർക്കുണ്ടായിരുന്ന ശത്രുദോഷമൊക്കെ കുറയുന്നതാണ്. അതുപോലെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നത് ശ്രദ്ധിക്കണം. അവരെ സഹായിച്ച് സ്വന്തം സ്ഥാപനത്തിനും സ്ഥാനത്തിനും ഒക്കെ ഇളക്കം തട്ടാതെ നോക്കേണ്ടതാണ്. അതുപോലെ ഗ്രഹം സ്വന്തമാക്കുന്നതിനുള്ള യോഗമുണ്ട്. സുഹൃത്തുമായുള്ള ബന്ധങ്ങളിലൊക്കെ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാകാം. ചിലവൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. മുൻകോപവും പിടിവാശിയും ഒക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രീതിക്കൊക്കെ കാരണമാകേണ്ടി വരുന്നതാണ്. കുടുംബത്ത് സുഖവും സംതൃപ്തിയും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ മടി, അലസത ഒക്കെ മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കം വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായും ആരോഗ്യകരമായും ഈ സമയം അനുകൂലകരമാണ്. രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകും. ആർക്കെങ്കിലും കടം കൊടുത്തിരിക്കുന്ന പൈസയൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. അതുപോലെ വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിൻ്റെയോ ഒക്കെ കൈമാറ്റത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാകാം. അതുപോലെ ബന്ധുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ച ഒരു സഹായം ലഭിക്കണമെന്നില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. അതുപോലെ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ആ കൂട്ടു ബിസിനസ്സിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തറവാട് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന ചില തർക്കങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നതാണ്. മടി, ഉദാസീനതയൊക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ അപ്രതീക്ഷിതമായി ധനനഷ്ടമൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് ജനുവരി ഫെബ്രുവരി മാസം അല്പം ശ്രദ്ധിക്കണം. മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് അകമഴിഞ്ഞ സ്നേഹമൊക്കെ ലഭിക്കുന്നതാണ്. കലാരംഗത്തൊക്കെ സംഭാവനകൾ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. ബന്ധുജനങ്ങളുടെ പെരുമാറ്റം ചിലപ്പോൾ മനസ്സിനെയൊക്കെ അല്പം അസ്വസ്ഥതപ്പെടുത്തിയേക്കാം. കൈമാറ്റത്തിലും ക്രയവിക്രയത്തിലുമൊക്കെ വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ ഇടപെടലും സംസാരമൊക്കെ മൂലം സുഹൃത്തുക്കളിൽ പലരെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളെയും ഭാര്യയെയും പിരിഞ്ഞ് മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകളിലൊക്കെ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. വിശ്രമമില്ലാതെ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. ഭൂമി സംബന്ധമായി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അതിനൊക്കെ കാലം അനുകൂലമാണ്. എതിർപ്പുകളെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയുന്നതാണ്. ഉന്നത വ്യക്തികളുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉയർന്നു വരും. പൂർവിക സ്വത്തൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ആ സ്വത്തൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ഒന്നിലധികം തൊഴിലുകളൊക്കെ ഒരേ സമയം ഏറ്റെടുക്കുകയും അതുകൊണ്ട് ഏതെങ്കിലും ചിലരുടെയൊക്കെ അപ്രീതിയൊക്കെ സമ്പാദിക്കുകയും ചെയ്യുന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ മറവിൽ ബന്ധുക്കൾ ഒക്കെ ചൂഷണം ചെയ്യാൻ വരുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് അത്ര ഒരു ലാഭം ഉണ്ടാവുകയില്ല. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിദേശയോഗം കാണുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ തൊഴിൽ രംഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. ശത്രുദോഷത്തിന് വേണ്ടിയുള്ള പരിഹാര കർമ്മമൊക്കെ മെയ് ജൂൺ മാസങ്ങളിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ ചെറിയ രോഗങ്ങളൊക്കെ ഏതെങ്കിലും കാര്യത്തിലൊക്കെ അലട്ടുന്ന ഒരു സമയം കൂടിയാണ്. നഷ്ടപ്പെട്ട അവസരങ്ങളൊക്കെ തിരികെ ലഭിക്കാനുള്ള ഒരു സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. അതുപോലെ നമ്മൾ നോക്കുന്ന അത് എല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണയൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ പറ്റുന്നതാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ അനുകൂലമായ മാർഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടി പണമൊക്കെ ചെലവഴിക്കേണ്ടി വരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ മനസ്സ് അല്പം വേദനിക്കുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം.
അതുപോലെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച ഒരു സഹായമോ സഹകരണമോ ഒക്കെ ലഭിക്കുകയില്ല. മുൻകോപവും ക്ഷമയില്ലായ്മയൊക്കെ ചെറിയ ദോഷം ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഒരു സഹകരണങ്ങൾ ഒക്കെ ലഭിക്കാത്തത് മൂലം കുടുംബബന്ധത്തിൽ ചില വിള്ളലുകളൊക്കെ സംഭവിക്കുന്നതാണ്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ഈശ്വരചിന്തയൊക്കെ വർദ്ധിക്കുന്നതാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ഥിര വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. ആ ശ്രമമൊക്കെ നടക്കുന്നതാണ്. അതുപോലെ സന്താനങ്ങൾക്ക് മേന്മയുള്ള ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. ധനരംഗത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പൊതുരംഗത്ത് നേട്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഗ്രഹസംബന്ധമായ കാര്യത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെടുത്തുന്നതാണ്. വ്യാപാരികൾക്ക് ഒക്കെ കാലം അനുകൂലമായ സമയമാണ്. അതുപോലെ നമ്മെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് ഒക്കെ വേദനിപ്പിക്കരുത്. അതുപോലെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ യാത്രാവേളകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനമൊക്കെ മൂലം നഷ്ടസാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ നിന്നൊക്കെ കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ വരവും ചെലവും കൂടെ പൊരുത്തപ്പെട്ടു പോകാൻ അല്പം ബുദ്ധിമുട്ടുന്ന സമയമാണ്. സഹപ്രവർത്തകരൊക്കെ സഹായിക്കുന്നത് മൂലം സാമ്പത്തിക വിഷമമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുന്നതാണ്. സ്വന്തം വീടൊക്കെ മാറി താമസിക്കേണ്ടി വന്നേക്കാം. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ യാത്രാവേളകളിലൊക്കെ ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ അതൊക്കെ ശ്രദ്ധിക്കണം. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഉപരിപഠനത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ കിട്ടുന്ന വരുമാനത്തിൽ നല്ലൊരു ഭാഗം കടം വീട്ടാനൊക്കെ ശ്രമിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടരുത്. കൂടെ നിൽക്കുന്നവരൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തള്ളിപ്പറയുന്ന ഒരു സമയം കൂടിയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട്. സഹോദരങ്ങളൊക്കെ മോശമായി പ്രവർത്തിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. തുറന്നു പറച്ചിലൊക്കെ മൂലം മറ്റുള്ളവരുടെ അതൃപ്തിയൊക്കെ സമ്പാദിക്കുന്നതാണ്. കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി തർക്കമുണ്ടാകും. അതുപോലെ ശിവപ്രീതി നേടണം. ജീവിതത്തിലുണ്ടായിരുന്ന നിശാബോധമൊക്കെ മാറിക്കിട്ടും. അധ്യാപകർക്കൊക്കെ കാലം അനുകൂലമാണ്. അതുപോലെ അയൽവാസികളുമായുള്ള ബന്ധമൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബന്ധമൊക്കെ തകരാറിലാകാൻ സാധ്യതയുണ്ട്. കൃഷിയിൽ നിന്നൊക്കെ ഉദ്ദേശിച്ച ലാഭം ലഭിക്കുകയില്ല. കർഷകരൊക്കെ ശ്രദ്ധിക്കണം. സെപ്റ്റംബർ ഒക്ടോബർ മാസം ആരോഗ്യകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. ധനയോഗമൊക്കെ ഉണ്ട്. എന്നാൽ വ്യവസായികൾക്കൊക്കെ കാലം അത്ര അനുകൂലമല്ല. അതുപോലെ മറ്റ് സ്ത്രീകളുമായുള്ള അടുപ്പം ചെറിയ കലഹത്തിനൊക്കെ വഴിവെക്കുന്നതാണ്. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ കോടതി കേസുകളിൽ അനുകൂല വിധിയൊക്കെ ഉണ്ടാകുന്നതാണ്. വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ സത്യസന്ധമായ പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതാണ്. ഉറ്റവരൊക്കെ ചതിയിൽപ്പെടുത്താൻ ഇടയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. വ്യാവസായിക രംഗത്ത് ഉള്ളവരെ ഒക്കെ കാലം അനുകൂലമാണ്. അതുപോലെ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ ധനലാഭം, കാര്യസിദ്ധി എന്നിവ അനുഭവപ്പെടുന്നതാണ്. ഭാര്യയുടെ വക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. ഗ്രഹയോഗമൊക്കെ ഉണ്ടാകും. പുതിയ ഗ്രഹം വാങ്ങാനോ അല്ലെങ്കിൽ പഴയ ഗ്രഹം പുതുക്കി പണിയാനോ ഒക്കെയുള്ള യോഗമുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ. സഹോദരങ്ങളുടെ പ്രവർത്തനമൊക്കെ അല്പം മനോവിഷമമൊക്കെ ഉണ്ടാക്കും. അതുപോലെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അത് നടക്കുന്നതുമാണ്. സന്താനങ്ങളൊക്കെ മൂലം മനസ്സന്തോഷം വർദ്ധിക്കുന്നതാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ് വർഷാവസാനം. അതുപോലെ നാൽക്കാലികളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം. ഭൂമി തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യമായി പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അശുഭചിന്തകളൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ്. ഉന്നത വ്യക്തികളുമൊക്കെയായി സൗഹൃദ ബന്ധമൊക്കെ സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ വിദേശ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റിലാകാൻ സാധ്യതയുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ. കർമ്മരംഗത്തൊക്കെ നേട്ടമുണ്ട്. മേലുദ്യോഗസ്ഥൻ്റെയൊക്കെ പ്രശംസയ്ക്ക് പാത്രമാകാൻ സാധിക്കുന്നതാണ്. അനുകൂല കാലമാണെങ്കിലും നല്ല ശ്രദ്ധയോടെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്. അമിത വിശ്വാസം ഒഴിവാക്കണം. സാഹചര്യങ്ങൾക്കൊക്കെ അനുകൂലമായി ജീവിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ശിവപ്രീതി വരുത്തുക, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി വരുത്തുക. ഇതൊക്കെ നേടിയാൽ നിങ്ങൾക്ക് ഈ 2023 വർഷം കൂടുതൽ അനുകൂലമാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.